Hi children, welcome all of you. This is our 4th class in Jungle School. Today I will take a grammar section. Okay, in this lesson we learn about adjectives or describing word. Before that, you must know about nouns. നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ടേമിൽ പഠിച്ചതാണ് nouns. What are nouns? Nouns are naming words. അല്ലേ? Names of people, names of things, names of animals, places, എന്തിനെ നെയിംസിനെയാണ് നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ്സ് ഓർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ടെൽ മോർ അബൌട്ട് നൗൺസ്. ഫോർ എക്സാമ്പിൾ, സ്മാർട്ട് ടീച്ചർ. ദ വേർഡ് സ്മാർട്ട് ഡിസ്ക്രൈബ് ദ നൗൺ ടീച്ചർ. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ്. അതിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുന്നത്. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയാം. ഓക്കെ, ബിഗ് ഹൗസ്. ഹൗസ് എന്നുള്ള പറയുന്ന ആ നൗണിനെ ബിഗ് എന്നുള്ള വേർഡ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തു. അതാണ് ബിഗ് എന്നുള്ളതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. ടു ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ടു ആണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ആർ വേർഡ് വിച്ച് ഡിസ്ക്രൈബ് അബൌട്ട് ദ ക്വാളിറ്റി, കളർ, സൈസ്, ഷേപ്പ് ആൻഡ് നമ്പർ ഓഫ് നൗൺസ്. എന്ത് തന്നെ ആവാം, ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം കാണിച്ചിട്ടുള്ളത്, ചിലപ്പോൾ അതിൻ്റെ കളറായിരിക്കാം, സൈസ് ആയിരിക്കാം, ഷേപ്പ് ആയിരിക്കാം കാണിച്ചിട്ടുണ്ടാവുക. ഇതിനെയാണ് അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഓർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഡിസ്ക്രൈബ് അബൌട്ട് ഹൗ സംവൺ ഓർ സംതിങ്. അത് ലുക്കായിരിക്കാം, അതിൻ്റെ ഫീലായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണോ അതിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് ദ ഗ്രാമർ സെക്ഷൻ. ദ ഫസ്റ്റ് ആക്ടിവിറ്റി, there are 10 sentences here. You underline the describing word in each sentence. ഓരോ സെൻറ്റൻസിൻ്റെയും ഡിസ്ക്രൈബിംഗ് വേർഡാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സൺഫ്ലവേഴ്സ് ഹാവ് യെല്ലോ പെറ്റൽസ്. Sunflowers have yellow petals. Which is the describing word in this sentence? ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പെറ്റൽ എന്ന് പറയുന്ന ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? യെല്ലോ. അപ്പോൾ അതിൻ്റെ കളറാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ? യെല്ലോ പെറ്റൽസ്. പെറ്റൽ എന്നുള്ളതിൻ്റെ കളറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? ഡിസ്ക്രൈബിംഗ് വേർഡ് ഈസ് യെല്ലോ. ഓക്കെ, സെക്കൻഡ് വൺ, വി സോ എ ഫണ്ണി ക്ലൗൺ. വി സോ എ ഫണ്ണി ക്ലൗൺ. എങ്ങനെയുള്ള ക്ലൗൺ ആണ് കാണിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ക്ലൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വേർഡ്? ഫണ്ണി. ഫണ്ണി ക്ലൗൺ. യു അണ്ടർലൈൻ ദ വേർഡ് ഫണ്ണി. ഓക്കെ, തേർഡ് വൺ, സുമൻ ഹാസ് കേളി ഹെയർ. സുമൻ ഹാസ് കേളി ഹെയർ. വിച്ച് ഇസ് ദ നൗൺ ഇൻ ദിസ് സെന്റൻസ്? ഹെയർ ഇസ് ദ നൗൺ ഇൻ ദിസ് സെന്റൻസ്. സോ വിച്ച് ഇസ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്? ഏതാണ് ഹെയർ എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? കേളി. യു അണ്ടർലൈൻ ദ വേർഡ് കേളി. കേളി ഹെയർ. Okay, then grandma bought fresh apples. Grandma bought fresh apples. Which is the describing word? ആപ്പിൾ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? ഫ്രഷ്. എങ്ങനെയുള്ള ആപ്പിൾ ആണ്? ഫ്രഷ് ആപ്പിൾസ്. യു അണ്ടർലൈൻ ദ വേർഡ് ഫ്രഷ്. ഓക്കെ, ഫ്രഷ് ആപ്പിൾസ്. Then birds have soft feathers. Birds have soft feathers. Which is the describing word? You say, which is a describing word? Feather എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? സോഫ്റ്റ് ഫെദേഴ്സ്. ഓക്കെ, യു അണ്ടർലൈൻ ദ വേർഡ് സോഫ്റ്റ്. Then the children are happy. The children are happy. How is the children? The children are happy. Which is the describing word? Happy is the describing word. You underline the word happy. Okay, I want to climb a high mountain. I want to climb a high mountain. എങ്ങനെയുള്ള മൗണ്ടെയിൻ ആണ്? ഹൈ മൗണ്ടെയിൻ. യു അണ്ടർലൈൻ ദ വേർഡ് ഹൈ. ഹൈ ഇസ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ് ഇൻ ദിസ് സെന്റൻസ്. എ സ്ക്വയർ ഹാസ് 4 sides. എ സ്ക്വയർ ഹാസ് 4 sides. വിച്ച് ഇസ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്? അതിലെന്താണ് കാണിച്ചിട്ടുള്ളത്? നമ്പർ ആണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? നമ്പർ ഓഫ് നൗൺ. എ സ്ക്വയർ ഹാസ് 4 sides. സോ യു അണ്ടർലൈൻ ദ വേർഡ് 4. Then Raman sat under shady tree. Raman sat under shady tree. Which is the describing word in this sentence? Okay, very good. Shady is the describing word. You underline the word shady. Then last one, a tortoise has a hard shell. A tortoise has hard shell. Which is the describing word? The shell is the noun. So hard is the describing word in this sentence. So you underline the word hard. Clear?
അപ്പോൾ എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്സ് ഓർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ടെൽസ് അബൌട്ട് മോർ അബൌട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ടെൽ മോർ അബൌട്ട് നൗൺസിനെ കൂടുതലായിട്ട് വിവരിച്ച് പറയുന്നത് എന്താണോ അതിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുക. അത് എന്ത് തന്നെ ആവാം, ക്വാളിറ്റി കാണിക്കുന്ന വേർഡായിരിക്കാം, കളർ കാണിക്കുന്ന വേർഡായിരിക്കാം, നമ്പർ കാണിക്കുന്ന വേർഡായിരിക്കാം. ഇപ്പോൾ പ്രെറ്റി ഡോൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രെറ്റി, ഡോളിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പ്രെറ്റി എന്നുള്ള വേർഡ് കൊണ്ട്. ഓക്കെ, അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ബ്യൂട്ടിഫുൾ ഹൗസ് എന്ന് കാണിച്ചാൽ ഹൗസിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് ഉണ്ട്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വേർഡ് നോക്കിയിട്ട് സെൻറ്റൻസിൽ നോക്കുക, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, fill in the blanks with correct words. You can choose the correct word from the bracket. I'll read the words: hot, tree, pretty, tall, yellow, hungry, wet, sour. Okay, first lemons, dash lemons. എങ്ങനെയുള്ള lemons ആണ്? Which word we can use from the bracket? You choose the right word. Sour lemons. പുളിയുള്ള നാരങ്ങ അല്ലേ, പുളിച്ചതിനെയാണ് sour. Sour lemons. Second one, dash doll. ഏത് വേർഡാണ് യൂസ് ചെയ്യുക? hot, tree, pretty, tall, yellow, hungry, wet. So, which word we can use? Which is a describing word? Doll എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡോളിനെയാണ് പറയുക അല്ലേ? pretty. Which word we can use? pretty doll. Then bananas. Dash bananas. Hot banana ആണോ, three banana ആണോ, pretty banana ആണോ, tall, yellow, hungry, wet, sour. Which word we can use? Yellow banana. അതിൽ കളർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, yellow bananas എന്ന് പറയാം. Then dash flowers. Dash flowers. Which word we can use? hot, three, pretty, tall, yellow, hungry, wet, sour. Flowers എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നമ്പർ തന്നിട്ടുണ്ട്. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 3 flowers ഉണ്ട്. So we can use the word 3, which is the describing word. 3 flowers. Then dash buildings. എങ്ങനെയുള്ള ബിൽഡിങ്സാ പറയാ? hot building ആണോ, 3, pretty, tall, yellow, hungry, wet, sour. Which word we can use? building ആണ്, tall buildings. Tall buildings. Then caterpillar. Dash caterpillar. Which word we can use? You can choose the right word from the bracket. Which word? hot, tree, pretty, tall, yellow, hungry, wet, sour. എങ്ങനെയുള്ള caterpillar ആണ്? hungry caterpillar. hungry. The word hungry we can use. dash pup. എങ്ങനെയുള്ള പപ്പാണ്? ആ പപ്പ് എന്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്? വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വെറ്റ് പപ്പ് അല്ലേ? വെറ്റ് പപ്പ്. Then dash sun. Which word we can use? hot sun. hot. അപ്പോൾ sour lemons, pretty doll, yellow banana, 3 flowers, tall buildings, hungry caterpillar, wet pup, hot sun. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്? അഡ്ജക്റ്റീവ്സ് ഓർ ഡിസ്ക്രൈബിംഗ് വേർഡ്. ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഓൾ ഓഫ് യു ഡു ദ എക്സസൈസ്. ചിൽഡ്രൻ, today's class is over. We will meet in next class. Bye.